ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് 2013 ഏപ്രിൽ 1 മുതൽ GOP നമ്പർ 20/2013 ഉത്തരവ് പ്രകാരം കേരള സംസ്ഥാനത്തെ നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വരികയുണ്ടായി. ഈ പദ്ധതി നിലവിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 56 വയസ്സാണ്. അന്ന് PSC അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സാണ്. എന്നാൽ 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരാകുന്ന ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്തുകയുണ്ടായി. അതായത് പെൻഷൻ പ്രായം എത്ര വയസ്സാണ് ഉയർന്നത്? 4 വർഷമാണ് ഉയർത്തിയത്. എന്നാൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇന്നും അതിന് ഉയർത്തിയിട്ടില്ല. അത് സ്ഥായിയായി തന്നെ നിലനിൽക്കുന്നു. സാധാരണഗതിയിൽ പെൻഷൻ പ്രായം ഉയർത്തുമ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും ഉയർത്തേണ്ടതാണ്. എത്ര വർഷമാണോ പെൻഷൻ പ്രായം ഉയർത്തുന്നത് അതിൻ്റെ ആനുപാതികമായിട്ടാണ് PSCയുടെ അപ്പർ ഏജ് ലിമിറ്റ് ഉയർത്തേണ്ടത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മുൻതൂക്കം PSC ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ അനീതിക്കെതിരെ അന്നു മുതൽ ശബ്ദം ഉയർത്തുന്നുണ്ടോ എങ്കിലും ഇന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗൗരവപരമായിട്ട് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇതിൽ മാറ്റം വരുത്തേണ്ടത് തൊഴിലവസര നമ്മുടെ ഓരോരുത്തരുടെയും, അതായത് PSC കുറേ വർഷങ്ങളായിട്ട് പഠിച്ച് പല പല ലിസ്റ്റിലുണ്ടെങ്കിലും ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഞാനടക്കം നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഇതിൽ മാറ്റം വരുത്തേണ്ടത് തൊഴിലവസര നീതിയുടെയും യുവജനങ്ങളുടെ അവകാശത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു കാര്യമാണ്. ഈ ആവശ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഏജ് ഓവർ ആയിട്ടുള്ള, അതായത് പല പല ലിസ്റ്റുകളിലും വന്നിട്ടും PSC ജോലിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായി നമ്മൾ ട്രൈ ചെയ്തിട്ടും അതിൽ എത്തിപ്പെടാൻ പറ്റാത്ത നിർഭാഗ്യവാരായ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ്. നിങ്ങളും PSC ഇനിയും ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ ഒരു സർക്കാർ ജീവനക്കാരാവാം എന്നൊരു സ്വപ്നം കാണുന്ന ധാരാളം പേര് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങളതിൽ പങ്കാളികളാവുക. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ, ശബ്ദം ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.